ബരാമുള്ളയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള സംസംപുരയിൽ നിരവധി ആളുകളെ ഇതിനോടകം കാണാതായിട്ടുണ്ട്. ധാരാളം കസ്റ്റഡി മരണങ്ങളും ഉണ്ടായി. തീവ്രവാദി എന്നാരോപിച്ച് നിരപരാധികളെ സൈന്യം വെടിവെച്ചു കൊന്ന സംഭവങ്ങളും നടന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ചിലർ കശ്മീർ വിഘടനവാദികളായിരുന്നു. വിഘടനവാദം ഉപേക്ഷിച്ച് തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന അവരിൽ ചിലരെ കീഴടങ്ങാൻ അനുവദിക്കാം എന്നറിയിച്ച് സൈന്യം വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് അവരെ കാണാതാകുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത വിവരമാണ് ബന്ധുക്കളും നാട്ടുകാരും അറിയുന്നത്. ഈ വിഷയം ഉന്നയിച്ച് മനുഷ്യാവകാശ പ്രവർത്തകരും ബന്ധുക്കളും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ സമീപിച്ചു. കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുള്ളതായി സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പലതും ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. टेक्निकल फॉल्ट आया था किसी सामान में ना, ये टेलर में, तो उसी को संभालने गया था, फिर वापस नहीं आए। मैं 16 अगस्त को गया उधर पुलिस स्टेशन पटन, वहाँ FIR लॉज करवाया। उन्होंने FIR लॉज करने से इनकार किया। उन्होंने कहा ये आप लोग बहानाबाजी करते हो, वो पाकिस्तान गया होगा, इसलिए आप इसीलिए FIR कटवा रहे हैं। उन्होंने FIR काटने से इनकार किया, फिर FIR नहीं काटा, फिर उल्टा मुझे बंद रखा 1-2 घंटा, फिर छोड़ दिए, फिर वापस आए। तब से आज तक हमारे साथ कोई मतलब जस्ट नहीं हुआ। डेड बॉडी भी कहीं नहीं मिली, कहीं नहीं, आज तक कहीं नहीं। समझो कि आज तक हम ढूंढ रहे हैं लेकिन नहीं मिला अभी तक। ഇവരുടെ ജീവിത കഥകൾ കാശ്മീരിൽ ഒരു പുതിയ വെളിപ്പെടുത്തലല്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള വേദനിക്കുന്ന ഓർമ്മകളിൽ കഴിയുന്നത്. വർഷങ്ങളായി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പലതവണ ലോകത്തോട് പറഞ്ഞവയാണ് ഇവ. എന്നിട്ടും പല ചോദ്യങ്ങളും ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കുന്നു. കശ്മീരിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആരംഭിച്ചതു മുതൽ ഇങ്ങോട്ട് 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അതിലേറെ ആളുകളെ കാണാതാകുകയും ചെയ്തു. അവരെല്ലാവരും എവിടെ അപ്രത്യക്ഷരായി എന്ന ചോദ്യത്തിന് കാലങ്ങളായി പലരും പല ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിഘടനവാദികളായ ആളുകൾ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നാണ് സർക്കാരും സൈന്യവും പറയുന്നത്. അല്ലെങ്കിൽ ചാവേർ ആക്രമണത്തിലോ ഏറ്റുമുട്ടലുകളിലോ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. ഇതുമല്ലാത്തവർ നാടുവിട്ടുപോയിരിക്കും. ഈ വിശദീകരണങ്ങളിലെ സത്യവും മിഥ്യയും വേർതിരിച്ചറിയുക അസാധ്യം. എന്നാൽ ഭരണകൂടവും സൈന്യവും പോലീസും ഇവിടുത്തെ ജനങ്ങളോട് കാട്ടിയ അതിക്രമങ്ങളുടെ കഥകൾ വളരെ കുറച്ച് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിനിടയിലാണ് കാശ്മീരിൽ പലയിടങ്ങളിലായി 2700ഓളം കുഴിമാടങ്ങൾ കണ്ടെത്തിയതായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. 2008 ആംനസ്റ്റി ഇന്റർനാഷണൽ കാശ്മീരിലെ അജ്ഞാത കുഴിമാടങ്ങളെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിനുശേഷം 2011 ഏപ്രിലിൽ കാശ്മീർ ടൈംസിലും ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് വന്നു. ഇതേ തുടർന്ന് ജമ്മു കാശ്മീർ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് സർക്കാരിന് നോട്ടീസ് അയച്ചു. കാശ്മീർ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പോലീസും ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇതിനു വളരെ മുൻപ് മുതൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഇതേ ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നെങ്കിലും ഒരു തരത്തിലുമുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറായിരുന്നില്ല. 2011 ജൂലൈ 7 മനുഷ്യാവകാശ കമ്മീഷൻ ഇതേക്കുറിച്ച് വിശദമായ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാദം ശരിവെക്കുന്ന തരത്തിലായിരുന്നു. ബന്ദിപ്പുര, കുപ്വാര, ബാരാമുള്ള, ഹാൻദ്വാര തുടങ്ങിയ 4 ജില്ലകളിലാണ് കമ്മീഷൻ അന്വേഷണം നടത്തിയത്. 38 സ്ഥലങ്ങളിലായി 2730 കുഴിമാടങ്ങൾ അവർ കണ്ടെത്തി. എന്നാൽ ഇതിൽ 574 മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. 2156 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. ചില കുഴിമാടങ്ങളിൽ ഒന്നിലധികം പേരെ അടക്കിയിട്ടുണ്ട്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലുമാകാത്ത അവസ്ഥയിലാണ്. കത്തിക്കരിഞ്ഞവയും തലയില്ലാത്തവയും ഝലം നദിയിൽ നിന്ന് കണ്ടെത്തുന്നവയും അക്കൂട്ടത്തിലുണ്ട്. ലോക്കൽ പോലീസിന്റെ കണക്ക് പ്രകാരം 464 മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാത്ത തീവ്രവാദികളുടേതായി ഉള്ളത്. സൈന്യം തീവ്രവാദികളുടേതാണെന്ന് പറഞ്ഞ് കുഴിച്ചുമൂടാൻ ഏൽപ്പിച്ച ചില മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും സംസ്കരിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അഫ്താർ മുഹമ്മദ് കാലങ്ങളായി ഈ കുഴിമാടങ്ങളുടെ സ്വയം പ്രഖ്യാപിത സൂക്ഷിപ്പുകാരനാണ് ഇദ്ദേഹം.
പ്രായാധിക്യം മൂലം ഓർമ്മകൾ മങ്ങിത്തുടങ്ങിയെങ്കിലും ആ സംഘർഷ ദിവസങ്ങൾ ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിയുന്നു. उस वक्त जो हालात थी कश्मीर में खतरनाक थी, इसलिए इधर भागते थे. जो डेड बॉडी आती थी वो ज़्यादा इस साइड से आई, गुलबर्ग साइड से. ये डेड बॉडियों का चेहरा पता चलते थे? ओ कुछ मत पूछो, हैं? कुछ मत पूछो. क्या क्या था उसमें? जवान जो आदमी हो उसमें कितना खून होता है. तो फिर जिसको गोली लग जाए, छाती में लग जाए, ब्रेस्ट टांग में लग जाए, किसी जगह लग जाए तो क्या होगा. मरना है, जाना है, मिट्टी के अंदर जाना है सबने. तो ज़्यादातर मैं सोचता हूँ कि कश्मीरी के हो सकते हैं. कश्मीरी हो सकते ज़्यादा कश्मीर. हमने ये कभी नहीं सोचा कि भाई हमारे कपड़े भरेंगे. नहीं, वो नहीं हमने सोचा, क्योंकि वो मैं वो ये समझता था कि इस खून से खुशबू आती है. हमने कफन इनको अपने पैसों से डाला. इंसान है ना, इंसान है, मुसलमान है. अगर हिंदू भी होता उसको भी हम कोई पर्दा करते, कोई दुनिया में रहने की जरूरत नहीं है. इसमें कोई हिंदू का तो नहीं, सब मुसलमान हैं. ये